ഹലോ കൂട്ടുകാരെ, ഇത് നിങ്ങളുടെ ഹിമയാണ്. ദേ ഇവിളെങ്ങോട്ടാണോ ഓടുന്നതെന്ന് മനസ്സിലായോ? ട്രെയിൻ മിസ്സാവാനായിട്ട് കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഓടിപ്പോകുന്നത്. നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് നോർത്തേൺ അയർലൻഡിലെ ബെൽഫാസ്റ്റ് എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടെ ഡെറി എന്ന സ്ഥലത്താണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അവിടേക്കാണ് പോകുന്നത്. നമ്മൾ ലേറ്റായി കുറച്ച്, അതായത് ഇറങ്ങാനും കുറച്ച് ലേറ്റായി. അപ്പോൾ കറക്റ്റ് ടൈമിനാണ് എത്തിയത്. ട്രെയിനിൽ ചാടി ഓടി കയറേണ്ടി വന്നു. അങ്ങനെ നമ്മൾ എത്തി. നല്ലൊരു ട്രെയിനായിരുന്നു കേട്ടോ സെറ്റപ്പ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കിപ്പോൾ വർത്താനൊക്കെ പറഞ്ഞിരിക്കാനുള്ളൊരു സെറ്റപ്പ് ഇതിലായിരുന്നു അവർ ട്രെയിനൊക്കെ ഉണ്ടാക്കിയിരുന്നത്. നമ്മളെല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് നല്ലൊരു ട്രെയിൻ യാത്രയായിരുന്നു. പുറത്തുനിന്ന് അറിയുന്നത് നല്ലൊരു വ്യൂ ആയിരുന്നു. ബീച്ച് വ്യൂവും പിന്നെ സിറ്റി വ്യൂ ഒക്കെ ആയിരുന്നു. സിറ്റി എത്തി ബെൽഫാസ്റ്റ് സിറ്റി എത്തി കേട്ടോ. വെച്ചിട്ടുണ്ടെങ്കിൽ നോർത്തേൺ അയർലൻഡിൽ വെച്ച് സൗത്തേൺ അയർലൻഡ് വെച്ച് നോക്കുവാണെങ്കിൽ നോർത്തേൺ അയർലൻഡിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ സ്ട്രക്ചേഴ്സാണ്. മീൻസ് കെട്ടിടങ്ങളുടെ അല്ലാതെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും മീൻസ് നോർത്തേൺ അയർലൻഡ് എത്തിയെന്നുള്ളത്. അങ്ങനെ ഇവിടെ എത്തി. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ. ഈ ഡ്രസ്സൊക്കെ ഇട്ട് ആൾക്കാർ പോകണുണ്ടോ? എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? വേറെ ഒന്നല്ല, LGBTQ എന്തെങ്കിലും പരിപാടി ഉണ്ടാവുമോ എന്നുള്ളൊരു ഇത് നമുക്ക് വന്നിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ. എന്നാലും അറിയില്ല, നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ അറിയില്ലല്ലോ. അങ്ങനെ ബസ് വെയിറ്റ് ചെയ്ത് നിന്ന് ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റ്സ് ഉണ്ട് നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക്. പക്ഷേ നടക്കാനുള്ളത് എല്ലാവരും കൂടി നടക്കാനുള്ള വലിയ ഇതില്ല. അതുകൊണ്ട് നമ്മൾ ബസ്സിന് പോകാമെന്ന് വെച്ചു. ബസ്സാകുമ്പോൾ ഒരു 5 മിനിറ്റ്സിനുള്ളിൽ എത്തും. പക്ഷേ പണി പാളിയത് എങ്ങനെയാണെന്നറിയോ? ഈ ബസ് ഇവിടെ ഒരു പരിപാടി നടക്കാതെ ബസ് അങ്ങോട്ട് പോയില്ലെന്ന് പറഞ്ഞു. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ LGBTQ അറിയാമല്ലോ, മറ്റേ ലെസ്ബിയൻ, ഗേ അങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റിയുടെ പരിപാടി നടക്കുകയാണ്. ഇവർ ഫുള്ള് ഇങ്ങനത്തെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരും ഫുള്ള് ഡ്രസ്സിങ്ങും ഇതൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി കണ്ട് നടക്കാനായിട്ട് ഫുള്ള് ഇങ്ങനെ ഓരോന്നും അവരിങ്ങനെ വേഷം കെട്ടിയിട്ടും എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഫുള്ള് ആസ്വദിച്ച് നമുക്ക് നടക്കാൻ പറ്റി. പിന്നെ ഇത് സ്പീഡിലൊക്കെയാണ് നടന്നത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഏകദേശം ടൈമിലെത്തുമെന്ന് വെച്ചു. കുറച്ച് ലേറ്റായി. നമ്മൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ കുറച്ച് പിള്ളേർക്ക് കളിക്കാനൊരു സ്ലോട്ട് ബുക്ക് ചെയ്തിരുന്നു. അതിന് കുറച്ച് ലേറ്റായി എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല എന്ന് അവർ പറഞ്ഞേ. പിന്നെ ഇവിടെ കളിക്കാനുള്ള കുറേ സെറ്റപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. പിള്ളേർക്കാണ് കൂടുതൽ എൻജോയ്മെൻറ്റ്. എന്നാലും നമുക്കും കുഴപ്പമില്ല, എനിക്കിതൊക്കെ ഇഷ്ടമായിട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതൊക്കെ എത്രയോ വെയിറ്റുള്ള സ്പിയറാണ്, മാസമുള്ള സ്പിയറാണ്. എന്തോ വെള്ളത്തിൽ കിടങ്ങുന്ന എന്തോ സയൻസിൻ്റെ എന്തോ സംഭവമൊക്കെയാണ്. നമ്മൾ സയൻസൊക്കെ പണ്ടേ വിട്ടതാണല്ലോ. സയൻസ് ഒന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു ഹാർട്ടിൻ്റെ ബീറ്റ് നോക്കുന്ന ഒരു മെഷീനായിരുന്നു. എൻ്റെ നോക്കിയപ്പോൾ ഹാർട്ട് ബീറ്റ് ശരിക്കും ആവണില്ല. എനിക്കങ്ങോട്ട് വിഷമമായി. ദൈവമേ, അടിച്ചു പോകാറായ ഞാൻ പേടിച്ചു വിടുന്നത് ശവടാ കാണുന്നത്. പിന്നെ ഇതൊക്കെ പിള്ളേർക്ക് പഠിക്കാനുള്ള മറ്റേ അനാട്ടമിയാണോ എന്തോ ഒരു സാധനമില്ലേ, നമ്മൾ +2 പഠിച്ചത് ആ സാധനമാണ്. പിന്നെ ഇത് അണ്ടർ 16 ഏജിൻ്റെ കളിയായിരുന്നു. എൻ്റെ ഹൈറ്റ് കണ്ട് അണ്ടർ 16 ആണെന്ന് വെച്ചാൽ ഞാൻ കയറിപ്പോയപ്പോൾ അവരൊന്നും പറഞ്ഞില്ല. പിന്നെ ഇതും ഈ പിള്ളേരുടെ ഗെയിമാണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഈ ഗെയിംസൊക്കെ കളിക്കാൻ കേട്ടോ. നമുക്ക് നല്ലൊരു എൻജോയ്മെൻ്റ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമായിരുന്നു. ആര് ജയിക്കും, അല്ലെങ്കിൽ ആർക്ക് വേഗം കൂടുതൽ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കുറേ മത്സരങ്ങളുണ്ടായി. ഞാൻ പിള്ളേരുടെ കൂടെ തന്നെയായിരുന്നു ഫുള്ള് നടന്നിരുന്നത്. ഇത് നല്ല എന്താ പറയുക, ഒരു ഫോട്ടോസൊക്കെ എടുക്കാനുള്ളൊരു നല്ലൊരു സെക്ഷനായിരുന്നു. പിന്നെ അവിടെ ഒരു ഡിനോസേഴ്സിൻ്റെ ഒക്കെ ഒരു ഗുഹ പോലത്തെ ഒരു സെറ്റപ്പ്, എന്ന് വെച്ചാൽ ഡിനോസറിൻ്റെ ഫോട്ടോസും അതുപോലെ തന്നെ പ്രതിഭകളൊക്കെ വെച്ചുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വിക്ടോറിയ സ്ക്വയറിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. ഇവിടെ അൺലിമിറ്റഡ് ഫുഡ്, അതായത് ഇത്ര ഒരു പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എത്ര വേണമെങ്കിലും കഴിക്കാം. ഇത്ര വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ അത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പേയ്മെൻറ്റ് അവിടെ ചെന്നിട്ടാണ് നമ്മൾ അടച്ചത്. എത്ര മണി ഒരു ടൈം അവരുടെ ടൈം പറയുന്നു. ആ ടൈമിൽ തന്നെ നമ്മളെത്തി. അവർ ഫസ്റ്റ് ഒരു ഇതിൽ നമുക്ക് ചെയറൊക്കെ സെറ്റപ്പ് ചെയ്ത് തന്നു. ഫുഡ് നോക്കിയപ്പോഴുണ്ടല്ലോ, ദൈവമേ, ഈ ലോകത്തുള്ള എല്ലാ വെറൈറ്റി ഫുഡും ഉണ്ട്. ഇറ്റാലിയൻ, യൂറോപ്യൻ, ചൈനീസ്, ഇന്ത്യൻ, അങ്ങനെ എല്ലാ വെറൈറ്റീസ് ഓഫ് ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അൺലിമിറ്റഡ് ആയി നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. നമ്മളെ കുഞ്ഞ് വേറല്ലേ, ഇത് എത്ര കൂടുതൽ കഴിക്കാൻ പറ്റും. എന്നാലും കുറേ എല്ലാം കണ്ടതൊക്കെ എടുത്തു. പല പല വെറൈറ്റീസ് ഓഫ് കറികൾ, ഒരു 500 ഡിഷസിലൊക്കെ മുകളിലുണ്ടാവും എന്ന് തോന്നുന്നുണ്ട്. പിന്നെ കുറേ ഡെസേർട്ട്, നമ്മളോരോ പിന്നെ ഇതൊക്കെ കണ്ടോ, ഇത് മറ്റേ സൂഷിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സൂഷിയൊക്കെ ട്രൈ ചെയ്തു. പിന്നെ ഓയിസ്റ്റർ, അങ്ങനെ എന്താ പറയുക, വെറൈറ്റീസ് ഓഫ് ഇഷ്ടംപോലെ ഒരു ഫുഡിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ബാറിൻ്റെ സെറ്റപ്പ് ഉണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഡെസേർട്ടിലേക്ക് എടുത്തു. ഡെസേർട്ടിന് കുറേ ഐസ്ക്രീമും ഇതും ഒക്കെ കൂടി തിന്ന് ദൈവമേ ആകെ വയറ് ഫുള്ളായി. ഇനി വേണ്ട, ഇനി കിടന്നാൽ മതി എന്നുള്ളതായി. അങ്ങനെ നമ്മൾ തിരിച്ച് ട്രെയിനിൽ തന്നെയാണ് വന്നത്. തിരിച്ചെത്തി വീട്ടിലേക്ക് പോവാണ്. അപ്പം ടാറ്റാ.